ഈ ചർച്ച കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതും പ്രയോജനകരവുമാണ് എന്നാണ് CPM കാണുന്നത്. ഒന്ന്, ഈ ചർച്ച ആകത്തുക എന്താണ്? കേന്ദ്രം കേരളത്തോടെടുക്കുന്ന ഏറ്റവും തെറ്റായ കാര്യം സംസ്ഥാനങ്ങളോടെടുക്കുന്ന ഏകപക്ഷീയമായ നയം തുറന്നു കാണിക്കാനായി. രണ്ട്, അർഹതപ്പെട്ട ഫണ്ട് പോലും നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് നിഷേധിക്കുന്ന സമീപനത്തിൽ അമിത കേന്ദ്രീകരണത്തിലേക്കാണ് ഇപ്പോ കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. അത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, അർഹതപ്പെട്ട ഫണ്ടുകൾ വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളെ കെണിയിലാക്കുന്നു. ഈ കാര്യം ജനങ്ങളുടെ മുന്നിലെത്തി. മൂന്നാമത്തെ കാര്യം, അടിയന്തരാവസ്ഥ കാലത്ത് കൺകറന്റ് ലിസ്റ്റിലേക്ക് വിദ്യാഭ്യാസം എത്തിച്ചതാണ് ഇത്തരമൊരു പഠനത്തിലേക്ക് സംസ്ഥാനങ്ങളെ നിർബന്ധിക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തത്, PMC നടപ്പാക്കുമ്പോൾ തന്നെ അതിൽ സംസ്ഥാനങ്ങളുടെ അധികാരം, അതായത് ഇത് കൺകറന്റ് ലിസ്റ്റിലാണ് എന്നതുകൊണ്ട് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ സിലബസിൽ ഇടപെടാൻ കേന്ദ്രത്തിന് അധികാരം ഉണ്ടോ, അത് തടയാനുള്ള വഴി സംസ്ഥാനത്തിനുണ്ടോ എന്ന കൃത്യമായ പരിശോധനയിലേക്ക് കേരളം പോവുകയാണ്. ഇക്കാര്യത്തിൽ CPIയും CPM തമ്മിൽ നല്ല ധാരണയുണ്ട്. ഒരു പോരാട്ടത്തിന്റെ രൂപം അങ്ങനെ എന്നതിനെ സംബന്ധിച്ചായിരുന്നു വ്യത്യസ്ത അഭിപ്രായങ്ങൾ. അതിൽ CPIയെ സംബന്ധിച്ചിടത്തോളം ഏകപക്ഷീയമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയി എന്നുള്ളതാണ് പരാതി. അത്തരമൊരു പരാതിക്ക് അടിസ്ഥാനമില്ല, ഏകപക്ഷീയമായി പോകുന്നതല്ല. മുന്നണി ഒരുമിച്ചുകൊണ്ട് അതിനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി മുന്നോട്ട് പോകൽ എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടത്. അത് രാഷ്ട്രീയമായ ശരിയായ നീക്കമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ചർച്ച കേരളത്തിന് ഗുണകരമായി. ഈ ചർച്ചയിൽ മുഖം നഷ്ടപ്പെട്ടത് പ്രതിപക്ഷത്തിനാണ്. കാരണം ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ മുമ്പേ എന്ന് പറഞ്ഞ പോലെ ഈ പദ്ധതി വിഴുങ്ങി ഏറ്റുവാങ്ങി. അവിടൊന്നും കേരളത്തിൽ നടന്നൊരു ചർച്ചയുണ്ടായില്ല. സംസ്ഥാന സിലബസ് എന്ന് പറയുന്നത് അവിടെ ഉറപ്പാക്കുന്നൊരു ചർച്ച കോൺഗ്രസ് ഇന്ത്യയിലൊരിടത്തും നടത്തിയില്ല. ഞങ്ങൾ ഈ ചർച്ചയിൽ സന്തുഷ്ടരാണ്. ഈ വിവാദങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി, കേരളത്തിലെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. ശരി, എന്തായാലും ഈ കാര്യത്തിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നു, വളരെ ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവായ ഡിസ്കഷൻ ഉണ്ടാവുന്നു. പക്ഷെ ഇതിലിപ്പോ ഈ കത്തയക്കുന്നതിന്റെ ഒരു ഗുണഫലം എന്തായിരിക്കും, അതുകൊണ്ടാകുമ്പോൾ നേട്ടം എന്തായിരിക്കും എന്നാണ് ശാനൽകുമാർ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കത്തയക്കുന്നു, കേന്ദ്ര സർക്കാർ അത് പരിഗണിക്കേണ്ടി വരും, അങ്ങനെ നമുക്ക് മാത്രമായി ഇളവ് നൽകേണ്ടി വരും എന്ന് സീരിയസ്ലി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം PMC പദ്ധതിയുടെ ഫണ്ട് അല്ല നമ്മുടെ പ്രശ്നം. PMC പദ്ധതിയിൽ നിന്നും ഒരു വെള്ളി രൂപ പോലും കേരളത്തിന് ആവശ്യമില്ല യഥാർത്ഥത്തിൽ. അതിനേക്കാൾ വളരെ വേഗത്തിൽ കേരളം വളർന്നിട്ടുണ്ട്, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല വളർന്നിട്ടുണ്ട്. അത് നടപ്പാക്കണമെന്ന നിർബന്ധത്തിന്റെ മറവിൽ നമുക്ക് അർഹതപ്പെട്ട ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നതാണ് സർക്കാർ. SSAയുടെ ഫണ്ട് അതിന് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 6 മാസക്കാലം കൂടുതൽ നൽകപ്പെടാതിരുന്നാൽ അവിടെ ഒരു പ്രതിസന്ധി വരും. ഈ പ്രതിസന്ധി വന്നാൽ പ്രതിപക്ഷം എന്ത് ചെയ്യും? പ്രതിപക്ഷം ഉടനെ രാഷ്ട്രീയ ആയുധമാക്കും. ഇന്ന് കേരളത്തിലെ കുഞ്ഞുങ്ങൾ പോലും മനസ്സിലാക്കിയ യാഥാർത്ഥ്യം എന്താണ്? സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെ കെണിയിലാക്കി കോൺഗ്രസിനും UDFനും കേരളത്തെ ആക്രമിക്കാൻ ഇങ്ങനെ അവസരം വേണോ വേണ്ടയോ? CPI ചിന്തിച്ചോ പണം വാങ്ങിക്കൊണ്ട് തന്നെ ഇതിനെ മറികടക്കാം. CPI പറഞ്ഞു പണമില്ലെങ്കിലും കേരളത്തിൽ LDFനോടൊപ്പം നിൽക്കും. ഏതെങ്കിലും പ്രതിസന്ധി മേഖലയിൽ ധനപ്രതിസന്ധി ഉണ്ടായാൽ LDFനെ ജനങ്ങൾ വിശ്വസിക്കുന്ന ഈ വിവാദത്തിന്റെ ഭാഗമായി. അതുകൊണ്ട് CPM തന്നെ ഈ വിവാദത്തെ സന്തോഷത്തോടെയാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു കാര്യമല്ല. വിവാദങ്ങൾ നല്ലതാണ്. ഇത് രാഷ്ട്രീയ വിവാദമായിരുന്നു. ഈ വിവാദത്തിനകത്ത് കൂടുതൽ തെളിച്ചമുണ്ടായി. ആ തെളിച്ചത്തിലേക്ക് വിവാദം സഹായകരമായി. വലതുപക്ഷമാണ് ഇതിന്റെ ഭാഗമായി. UDF ആണ് മുഖം നഷ്ടപ്പെട്ടത്. കാരണം എന്താണ്? ഇനി UDFന് എന്ത് പറയാൻ പറ്റും? PMC നടപ്പാക്കണം UDFന് പറയാൻ പറ്റില്ല. ഈ PMCയുടെ ഭാഗമായി തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ടിനെ കുറിച്ച് എന്താണ് UDFന്റെ അഭിപ്രായം? അവർക്കിനി അഭിപ്രായമില്ല. കേരളത്തിന് ഫണ്ട് നിഷേധിച്ചതിനെ കുറിച്ച് അവർക്ക് പരാതി ഉണ്ടായിരുന്നു, ഒരു പരാതി അവർക്ക് ഉണ്ടായില്ല. PMCയിൽ നിന്നത് കേരള സർക്കാർ കീഴടങ്ങി പിണറായി വിജയന്റെ ഏതോ കേസ് തീർപ്പാക്കാൻ പോയി എന്നൊക്കെയാണ് കള്ളത്തരം പ്രചരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇത്തരം വിവാദങ്ങൾ നല്ലതാണ്. പോസിറ്റീവ് വിവാദങ്ങളെ LDF വളരെ അഭിമാനത്തോടെയാണ് കാണുന്നത്. ഞങ്ങൾ ഒളിച്ചു വെക്കാനൊന്നുമില്ല. ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യം LDFിനില്ല. ശരി, ഞാനൊരു കാര്യം കൂടി ഇനി ചോദിക്കട്ടെ ശാനൽകുമാർ. ഇവിടെ നോക്കൂ, ഇതിപ്പോൾ CPI ഇതിനകത്തൊരു വലിയ സ്ട്രോങ് പൊസിഷൻ എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകാൻ, ഇങ്ങനെ ഒരു പരിഹാര മാർഗത്തിലേക്ക് പോകാൻ, ഇങ്ങനെ ഒരു തിരുത്തിലേക്ക് പോകാൻ സത്യത്തിൽ CPM തയ്യാറാക്കുമായിരുന്നു? ഇല്ലല്ലോ. അപ്പൊ അവരുടെ ഒരു ഫൈറ്റിനെ നിങ്ങൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? നിങ്ങളുടെ പോലും വിശ്വാസതയെ ഉയർത്തി നിർത്തുന്നതിൽ അവരുടെ ഈ പോരാട്ടം പങ്കുവഹിച്ചിട്ടുണ്ട്. നോർമലി നിങ്ങൾ അംഗീകരിക്കില്ലോ, അവരൊരു ഫൈറ്റ് നടത്തുന്നു, അത് പബ്ലിക്കായിട്ടുള്ള രോഷപ്രകടനത്തിലേക്ക് പോകുന്നു, നിങ്ങൾക്കൊരു പരിഹാര മാർഗം ആലോചിക്കേണ്ടി വരുന്നു, നിങ്ങൾക്ക് സ്റ്റെപ്പ് ബാക്ക് ചെയ്യേണ്ടി വരുന്നു. എന്ന് വെച്ചാൽ CPI ആണ് സത്യത്തിൽ ലെഫ്റ്റ് വാല്യൂസിനെ ഇപ്പോൾ ഉയർത്തി നിർത്താൻ കോൺട്രിബ്യൂട്ട് ചെയ്ത പാർട്ടി ഈ ഘട്ടത്തിൽ. അതെ, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇനി സർക്കാരിന് 6 മാസ കാലാവധിയുണ്ട്.
ഈ സർക്കാരിന്റെ അവസാന കാലത്ത് സാമ്പത്തിക ഭദ്രത വേണോ വേണ്ടിയോ? ഈ സർക്കാർ അധികാരത്തിൽ തുടർന്നില്ലെങ്കിൽ ഈ PMC നടപ്പാക്കുന്നവരല്ലേ അധികാരത്തിൽ വരിക? ഒരു നിബന്ധനയുമില്ലാതെ സർക്കാർ സിലബസിലടക്കം കേരള സിലബസ് ഒഴിവാക്കുന്നവരല്ലേ അധികാരത്തിൽ വരിക? സ്കൂള് തകർക്കുന്നവരല്ലേ അധികാരത്തിൽ വരിക? അപ്പൊ 6 മാസക്കാലം പിടിച്ചു നിൽക്കണം വേണ്ടി എന്ന ചോദ്യം വന്നപ്പോ PM ഉഷ മാതൃകയിൽ നമുക്ക് പ്രതിരോധിക്കാനാകും എന്നാണ് CPM കണ്ടത്, വിദ്യാഭ്യാസ വകുപ്പ് കണ്ടത്. PM ഉഷ മാതൃകയിൽ പ്രതിരോധിച്ചാൽ പോരാ, കുറച്ചുകൂടി ഫലപ്രദമായ പ്രതികരണം വേണമെന്ന് CPI അഭിപ്രായം ഉണ്ടായി. ആ 2 അഭിപ്രായങ്ങൾ പൊതുമണ്ഡലത്തിൽ വന്നു. മണ്ഡലത്തിൽ വന്നപ്പം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഇക്കാര്യത്തിൽ 2 അഭിപ്രായം വേണ്ടതില്ല. നമുക്ക് നോക്കാം. PM ഉഷ മാതൃക മാത്രമല്ല, ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോകാൻ നേതൃത്വമായി 2 മുത്തരും അല്ലെങ്കിൽ LDF എത്തിച്ചേരുകയാണ്. ഇതിലൊന്നും നിരഭിമാനത്തിന്റെ പ്രശ്നമില്ല. ഇതിലൊക്കെ എന്താണ് ദുരഭിമാനത്തിന്റെ പ്രശ്നം? മോദി സർക്കാരിനെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട് CPM ആണോ CPI ആണോ മുമ്പിൽ എന്ന തർക്കത്തിന്റെ പ്രസക്തിയുണ്ടോ? കേന്ദ്ര സർക്കാരിന് മുന്നിൽ CPI ഒക്കെ അവർക്ക് മുൻപടിയാണ്, തകർക്കാൻ നിൽക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെ. സ്വാഭാവികമായും അത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ധാരണ ഇതായിരുന്നു, PM ഉഷ പദ്ധതിയിൽ മറികടന്നതുപോലെ PMCയിൽ മറികടക്കാനാകും എന്നാണ് ഞങ്ങൾ കണ്ടത്. CPI മറ്റു തരത്തിലാണ് കണ്ടത്. ഇപ്പൊ ചർച്ച എന്തായാലും വളരെ ഫലപ്രദമായി എത്തിയിരിക്കുന്നു. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ശക്തമാണ്. മുഖം നഷ്ടപ്പെട്ടത് UDF-നാണ്. UDF ഇവിടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നുള്ളതാണ് വിവാദത്തിന്റെ അനന്തരഫലം.